السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. قل أغير الله يبغي ربا وهو رب كل شيء ولا تكسب كل نفس إلا عليها ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون. وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم. صدق الله العلي العظيم. السلام عليكم. മാഷാഅല്ലാഹ് തബാറക്കല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. വിശുദ്ധ ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പട്ലയിലെ ദീൻഷാന്റെ ഹമീച്ചയുടെ മകൻ സൈനുദ്ദീൻ സിയാദ് ഹിഫ്ള് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈന്തപ്പഴവും സംസം വെള്ളവും നൽകി അദ്ദേഹത്തെ ഹാഫിസ് ഉസ്താദ് ആദരിക്കുകയാണ്. അള്ളാഹു ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സംസം അത് ഒരു തരം ഭക്ഷണവും ശമനവും ഔഷധവുമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ആരൊരാൾ എന്താവശ്യത്തിനു വേണ്ടി സംസം കുടിക്കുന്നുവോ അത് അവന് കരസ്ഥമാക്കാൻ സാധിക്കും എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനം. സഹാബാക്കൾ ഓർമ്മശക്തിക്കും
ബുദ്ധിക്കും വിജ്ഞാനത്തിനും വേണ്ടി സംസം കുടിക്കുമായിരുന്നു. ഈ മഹനീയ സദസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മൂവർക്കും സംസം വെള്ളവും ഈന്തപ്പഴവും നൽകി ആദരിക്കുകയാണ്. അടുത്തതായി ഹിഫ്ള് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഹാഷിമിനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് OSF സെക്രട്ടറി സുൽത്താൻ മുഹമ്മദിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ ഖുർആനിൽ നിന്നും അല്പം പോലും മടപ്പാടമില്ലാത്ത ഹൃദയം ശൂന്യമായ ഭവനം പോലെയാണ്. വിശുദ്ധ ഖുർആൻ ഹൃദയം കൊണ്ട് സ്നേഹിച്ചവൻ അള്ളാഹുവിനെ സ്നേഹിച്ചവനെ പോലെയാണ്. പരിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ ഒരു ഹൃദയത്തെയും അള്ളാഹു നരകത്തിലിട്ട് ശിക്ഷിക്കുകയില്ല. ഖുർആൻ ഹൃദയസ്ഥമാക്കിയ ഹാഷിമിനെയും നമ്മെയും അള്ളാഹു നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. ഹാഷിമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون. إن الله يعلم ما يدعون من دونه من شيء وهو العزيز الحكيم. وتلك الأمثال نضربها للناس وما يعقلها إلا العالمون. خلق الله السماوات والأرض بالحق إن في ذلك لآية للمؤمنين. صدق الله العظيم. السلام عليكم ورحمة الله تعالى وبركاته. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ഇവിടെ ഖുർആൻ മനഃപ്പാഠമാക്കിയിരിക്കുന്നത് ഹാഷിം എന്ന കുട്ടിയാണ്. സുറാമ്പയിലെ അന്യചർച്ചാൻ്റെ ഇബ്രാഹിമിൻ്റെ മകനാണ് ഹാഷിം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അടുത്തതായി അബ്ദുള്ള ഷൗനീസിനെ ഹിഫ്ള് പൂർത്തീകരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമ് പഠിച്ചവരാണ്. ഖുർആനുമായി ബന്ധപ്പെട്ടവർ അള്ളാഹുവിൻ്റെ കുടുംബക്കാരുമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ സഫാറത്ത് എന്ന മലക്കുകളോടൊപ്പമായിരിക്കും. അവർക്ക് അള്ളാഹു നൽകുന്ന പദവി പ്രവാചകന്മാർക്ക് നൽകുന്ന പദവിയായിരിക്കും. ആഖിറത്തിൽ അവർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുന്നതുവരെ ഖുർആൻ ഷരീഫ് അവരോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഷൗനൂസിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم السيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ഇവിടെ ഹിഫ്ള് പൂർത്തീകരിച്ചിരിക്കുന്നത് മുഗറിലെ ഷാഫിയുടെ മകൻ അബ്ദുള്ള ഷൗനീസ് ആണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നിവിടെ ഹാഫിളീങ്ങളായ 3 പേർക്കുള്ള ക്യാഷ് അവാർഡും സ്നേഹാദരവുമാണ് അടുത്തത് ഇവിടെ നടക്കുന്നത്. ക്യാഷ് അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി അൽ ഹാഫിൽ സൈനുദ്ദീൻ സിയാദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നൽകുന്നതിന് വേണ്ടി PM അബൂബക്കർ ഹാജി പട്ല വലിയ ജുമാ മസ്ജിദ് പ്രസിഡന്റ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അൽ ഹാഫിൽ സൈനുദ്ദീൻ സിയാദിനെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖത്തീബ് മുനീർ ഹുദവി തോടാർ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അൽ ഹാഫിൽ ഹാഷിം ആദരിക്കുന്നതിന് വേണ്ടി മുദരിസ് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് അൽ ഹാഫിൽ അബ്ദുള്ള ഷൗനീസ് ആദരിക്കുന്നതിന് വേണ്ടി സദർ ഉസ്താദ് അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇല്ലേ ആദരിക്കുന്നതിന് വേണ്ടി ദാറുൽ ഖുർആൻ ഹിഫ്ള് ഖുർആൻ ചെയർമാൻ ബീരാനാജി അവരെ സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, സനത് വാങ്ങുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ
സീറ്റിൽ വന്നിരിക്കണമെന്ന് ഒന്നുകൂടി അറിയിക്കുകയാണ്. അടുത്തത് ക്യാഷ് അവാർഡ് വിതരണമാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി അൽ ഹാഫിൽ സൈനുദ്ദീൻ ജിയാദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുന്നതിന് വേണ്ടി പട്ലാവിലെ ജുമാ മസ്ജിദ് പ്രസിഡന്റ് അബൂബക്കർ ഹാജിയെ സ്വാഗതം ചെയ്യുന്നു. അൽ ഹാഫിൽ അബ്ദുല്ല ഷൗനീസ് ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി PM അബൂബക്കർ ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അൽ ഹാഫിൽ ഹാഷിം ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി PM അബൂബക്കർ ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. 3 ഹാഫിലിങ്ങൾക്കുള്ള സമ്മാനദാനമാണ് അടുത്തത്. അൽ ഹാഫിൽ സൈനുദ്ദീൻ ജിയാദ് സമ്മാനം നൽകുന്നതിന് വേണ്ടി അഷ്റഫ് കുമ്പള പട്ലാവലിയ ജുമാ മസ്ജിദ് സെക്രട്ടറിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അൽ ഹാഫിൽ ഹാഷിം സമ്മാനം നൽകുന്നതിന് വേണ്ടി മദ്രസ പ്രസിഡന്റ് അസ്ലം പട്ലയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് അൽ ഹാഫിൽ അബ്ദുല്ല ഷൗനീസ് സമ്മാനം നൽകുന്നതിന് പട്ലാവിലെ ജുമാ മസ്ജിദ് ട്രഷറർ മജീദ് MA ക്ഷണിച്ചുകൊള്ളുന്നു. ഏഴ് വർഷമായി പട്ല ദാറുൽ ഖുർആൻ ഹിഫ്ള് കോളേജിൻ്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന 14 കുട്ടികളെ ഹാഫിളീങ്ങളായി വാർത്തെടുത്ത അൽ ഹാഫിൽ മുഹമ്മദ് മുസ്ലിയാരെ ഈ നാട് ആദരിക്കുകയാണ്. ഷാൾ അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി പട്ല വലിയ ജുമാ മസ്ജിദ് ഖത്തീബ് മുനീർ ഹുദവി തോടാർ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി PM അബൂബക്കർ ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ദാറുൽ ഖുർആൻ ഹിഫ്ള് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികൾ ഉസ്താദിനെ ആദരിക്കുകയാണ്. ആദരവ് നൽകുന്നതിന് വേണ്ടി ഹിഫ്ള് ഖുർആൻ കോളേജ് ചെയർമാൻ ബീരാൻ ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പഠിച്ചിറങ്ങിയ ഹാഫിളീങ്ങളുടെ സ്നേഹാദരമാണ് ഇവിടെ നടക്കുന്നത്. പട്ല ദാറുൽ ഖുർആൻ കോളേജിൽ നിന്നും ഹിഫ്ള് പൂർത്തീകരിച്ച 14 കുട്ടികൾ ചേർന്ന് പ്രിയപ്പെട്ട ഉസ്താദിന് നൽകുന്ന സ്നേഹാദരമാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിന് കുളിർമയേകുന്ന അനുഭൂതി നൽകുന്ന നയന മനോഹരമായ രംഗമാണ് ഇവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ട ഉസ്താദിന് ശിഷ്യന്മാർ നൽകുന്ന സ്നേഹാദരം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്ഥാനവസ്ത്രം
സ്വീകരിക്കുന്നതിന് വേണ്ടി അൽ-ഹാഫിൽ മുഹമ്മദ് ഉനൈസിനെ സ്വാഗതം ചെയ്യുന്നു. നൽകുന്നതിന് വേണ്ടി പട്ല മമ്പുൽ ഹിദായ മദ്രസ പ്രസിഡന്റ് അസ്ലം പട്ലയെ ക്ഷണിച്ചുകൊള്ളുന്നു. അൽ-ഹാഫിൽ അഹമ്മദ് അദ്നാൻ നൽകുന്നതിന് വേണ്ടി MS മുഹമ്മദ് ഹാജി റാത്തീബ് കമ്മിറ്റി ചെയർമാൻ പട്ല മമ്പുൽ ഹിദായ മദ്രസ ട്രഷറർ ക്ഷണിച്ചുകൊള്ളുന്നു. അൽ-ഹാഫിൽ മുഹമ്മദ് അബൂബക്കർ നൽകുന്നതിന് വേണ്ടി K ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് പട്ല വലിയ ജുമാ മസ്ജിദ്. അൽ-ഹാഫിൽ സഫ ഹനീൻ നൽകുന്നതിന് വേണ്ടി PP കുഞ്ഞുമായൻകുട്ടി മുൻ ട്രഷറർ UAE പട്ല മുസ്ലിം ജമാഅത്ത്. അൽ-ഹാഫിൽ അഫ്സൽ അബ്ദുല്ല നൽകുന്നതിന് വേണ്ടി ബഷീർ മൊഗർ ബഹ്റൈൻ പട്ല മുസ്ലിം ജമാഅത്ത് പ്രതിനിധി. അൽ-ഹാഫിൽ അബ്ദുൽ ഖാദർ അനസ് നൽകുന്നതിന് വേണ്ടി ജമാഅത്ത് സെക്രട്ടറി MH അബ്ദുറഹ്മാനെ ക്ഷണിച്ചുകൊള്ളും. അൽ-ഹാഫിൽ മുഹമ്മദ് നൽകുന്നതിന് വേണ്ടി HK ജവാദ് മുസായദ പ്രതിനിധി. അൽ-ഹാഫിൽ ലുക്മാൻ അൽ ഹക്കീം നൽകുന്നതിന് വേണ്ടി ഹാസിഫ് MM OSF ട്രഷറർ. അൽ-ഹാഫിൽ അബ്ദുൽ ആഷിർ നൽകുന്നതിന് വേണ്ടി അർഫാത്ത് കരോടി മുസായദ പ്രതിനിധി. അൽ-ഹാഫിൽ അബൂബക്കർ ഹംറാസ് നൽകുന്നതിന് വേണ്ടി ഹാരിസ് ബാവ സൗദി പട്ല മുസ്ലിം ജമാഅത്ത് പ്രതിനിധി. അൽ-ഹാഫിൽ മുഹമ്മദ് ഫായിസ് നൽകുന്നതിന് വേണ്ടി MA മജീദ് ട്രഷറർ പട്ല വലിയ ജുമാ മസ്ജിദ്. അൽ-ഹാഫിൽ ആഷിം നൽകുന്നതിന് വേണ്ടി PM അബൂബക്കർ ഹാജി പട്ല വലിയ ജുമാ മസ്ജിദ് പ്രസിഡന്റ്. അൽ-ഹാഫിൽ സൈനുദ്ദീൻ സിയാദ് നൽകുന്നതിന് വേണ്ടി മുനീർ ഹുദവി തോടാർ ഖത്തീബ് ഉസ്താദ് അവരെ സ്വാഗതം ചെയ്യുന്നു. അൽ-ഹാഫിൽ അബ്ദുല്ല ഷൗനൈസ് നൽകുന്നതിന് വേണ്ടി ബീരാൻ ഹാജി ചെയർമാൻ ഇഫ് ഖുർആൻ കോളേജ് പട്ല. വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ 14 കുട്ടികളുടെ രക്ഷിതാക്കളെ ആദരിക്കലാണ് അടുത്ത പരിപാടി. 14 കുട്ടികളുടെ രക്ഷിതാക്കളെയും ആദരപൂർവം ക്ഷണിക്കുകയാണ്. 13 ഉപ്പമാരാണ് ഇവിടെയുള്ളത്. ഒരാളുടെ 2 മക്കൾ ഹാഫിളായിട്ടുണ്ട്. കൊല്ലയ
പട്ലയിലെ സ്രാമ്പി കെ ഇബ്രാഹിം എന്നവരുടെ 2 മക്കളാണ് ഇവിടെ ഹാഫിളുകളായിരിക്കുന്നത്. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബു ഉനൈസ് ബണ്ടിച്ചാൽ, ഉനൈസിൻ്റെ ഉപ്പ അബു ഉനൈസ് ബണ്ടിച്ചാൽ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് അവരുകളെ സ്വാഗതം ചെയ്യുന്നു. അബു അഫ്സൽ പട്ല ആദരിക്കുന്നതിന് വേണ്ടി മുദരിസ് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അബു മുഹമ്മദ് PP നഗർ, അബു ഹക്കീം കുന്നിൽ പട്ല ആദരിക്കുന്നതിന് വേണ്ടി ജമാഅത്ത് പ്രസിഡന്റ്, ജമാഅത്ത് ട്രഷറർ MA മജീദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അബു ഫായിസ് കല്ലക്കട്ട ആദരിക്കുന്നതിന് വേണ്ടി ജമാഅത്ത് പ്രസിഡന്റ് അബൂബക്കർ ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് അബു അദ്നാൻ തളങ്കര ആദരിക്കുന്നതിന് വേണ്ടി മദ്രസ പ്രസിഡന്റ് അസ്ലം പട്ലയെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്നാൻ എന്ന കുട്ടിയുടെ ഉപ്പ. അടുത്തത് അബു അനസ് സ്രാമ്പി പട്ല, അബു അനസ്. അബു ഷൗനീസ് മൊഗർ പട്ല ആദരിക്കുന്നതിന് വേണ്ടി ജമാഅത്ത് സെക്രട്ടറി MH അബ്ദുറഹ്മാനെ ക്ഷണിച്ചുകൊള്ളുന്നു. അബു സഫാൻ കുന്നിൽ പട്ല ആദരിക്കുന്നതിന് വേണ്ടി MS മുഹമ്മദ് ഹാജി. അബു ഹംറാസ് കുന്നിൽ പട്ല ആദരിക്കുന്നതിന് വേണ്ടി അഷ്റഫ് കുമ്പള, ജമാഅത്ത് സെക്രട്ടറി. അബു സിയാദ് പട്ല ആദരിക്കുന്നതിന് വേണ്ടി ഹാരിസ് ബാവ, ജമാഅത്ത് സൗദി പട്ല മുസ്ലിം ജമാഅത്ത് പ്രതിനിധി. അബു അജ്മൽ സ്രാമ്പി ആദരിക്കുന്നതിന് വേണ്ടി K ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് പട്ല മുസ്ലിം പട്ല വലിയ ജമാ മസ്ജിദ്. അബു ഹാഷിം സ്രാമ്പി ആദരിക്കുന്നതിന് വേണ്ടി PP കുഞ്ഞുമായൻകുട്ടി.
ഇബ്രാഹിം സർ. അബു ഹാഷിം സ്രാമ്പി. നേരത്തെ ഇവിടെ വിളിച്ച അബു അഫ്സൽ പട്ല, അദ്ദേഹം പള്ളിയിൽ പോയിരുന്നു. ആദരിക്കുന്നതിന് വേണ്ടി മുൻ ദാറുൽ ഖുർആൻ ഹിഫ്ള് കോളേജ് ചെയർമാൻ PS മുഹമ്മദ് ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആഫിലിങ്ങളുടെ മാതാപിതാക്കളെ നാളെ അർഷിൻ്റെ തണലിൽ കിരീടമണിയിപ്പിച്ച് 2 ജോഡി വസ്ത്രം നൽകി അള്ളാഹു ആദരിക്കുന്നതാണ്. അടുത്തത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ ഹാജർ നേടിയ 3 കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ് ഇവിടെ നടക്കുന്നത്. ഒന്നാം സമ്മാനം മുബഷിർ. സ്വന്തം വീട്ടിൽ കല്യാണമുണ്ടായിട്ട് വരെ ദർസ് മുടക്കാത്ത കുട്ടിയാണ് മുബഷിർ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് ഇബ്രാഹിം. സമ്മാനം നൽകുന്നതിന് വേണ്ടി PS മുഹമ്മദ് ഹാജിയെ ക്ഷണിക്കുന്നു. രണ്ടാം സമ്മാനത്തിന് 2 പേർ അർഹരായിരിക്കുന്നു. അൻഷാഫ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി MS മുഹമ്മദ് ഹാജിയെ ക്ഷണിച്ചോളുന്നു. ഔപചാരികമായ ചടങ്ങിലേക്ക് കടക്കുകയാണ്. സ്വാഗത ഭാഷണം നടത്തുന്നതിനു വേണ്ടി പട്ലാവലിയ ജുമാ മസ്ജിദ് സെക്രട്ടറി അഷ്റഫ് കുമ്പളയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.